എന്തായാലും അതിന് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒരുപാട് നന്ദിയോടെ നിങ്ങളുടെ ഈ സദുദ്യമം കേരള ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ച പെൻഷനേഴ്സ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിൻ്റെ കുന്നമംഗലം ബ്ലോക്ക് ഭാരവാഹികൾക്കും അതിലെ എല്ലാ പ്രവർത്തകർക്കും ആദ്യമായി നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യമേ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ അനുമതിയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളുടെ കാരണം വൈകുന്നേരമായ അങ്ങാടിയിൽ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ ഒരു അവസരം. ഇപ്പോ ഞാൻ പറഞ്ഞു ആദ്യമേ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുക. കാരണം എന്റെ മുമ്പിൽ ഞാൻ ചോദിക്കും നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഈ സാധനം ഒരു ലഹരിയല്ലേ ചോദിക്കും. നമ്മുടെ ഈ പോക്കറ്റിൽ കിടക്കുന്ന ഈ സാധനം അനുഭവം കൊണ്ട് ഈ സുഖം ഈ അനുഭവം എനിക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് സ്വന്തം മസ്തിഷ്കം സ്വന്തം ബ്രെയിൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവും ലഹരിയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഏതൊരു വസ്തു ലഹരിയാണ്. ചെറിയ കുട്ടികൾക്ക് ബൈക്ക് ലഹരിയാണ് അല്ലേ? ഇപ്പോ മൊബൈൽ ഫോൺ യുവതലമുറയ്ക്കും വയസ്സന്മാർക്കും വരെ ലഹരിയാണ് മൊബൈൽ ഫോൺ. അതിന് ഓരോ വസ്തുതകളും നമ്മോട് അതാ നിരന്തരമായ ഉപയോഗം വേണ്ട 2-3 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ സിരകൾ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ബ്രെയിൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സുഖം ആ അനുഭവം എനിക്ക് ഇനിയും ഇനിയും വേണമെന്ന് പറയുന്ന ഓരോ വസ്തുവും ലഹരിയാണ്. പക്ഷെ അതിനൊക്കെ നമുക്കൊരു തടയിടാൻ പറ്റിയ അവസ്ഥകൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ നമ്മൾ രാസലഹരിയുടെ ലോകത്തേക്ക് കടന്നു വന്നാല് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ലോകത്തേക്ക് കടന്നു വന്നാല് നമുക്ക് ഇതിന് തടയിടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോ സമകാലിക ലോകത്ത് ചർച്ച ചെയ്യുന്നത് ഈ നമ്മുടെ മൊബൈൽ ഫോണിനെ പറ്റിയോ നമ്മുടെ ബൈക്കുകളെ പറ്റിയോ എന്നും വേണ്ട മറ്റു ലഹരികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിന്റെ ലോകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുന്നത്. ഇപ്പോ എനിക്കറിയാം ഞങ്ങള് വേറെ ഇങ്ങോട്ടും പോട്ടെ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മാവൂർ സ്റ്റേഷന്റെ പേരിൽ ഓരോ ഹോട്ട് സ്പോട്ടുകൾ എക്സൈസും പോലീസും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹോട്ട് സ്പോട്ടുകൾ അല്ലെ, ബ്ലാക്ക് സ്പോട്ടുകൾ. മാവൂർ സ്റ്റേഷന്റെ പേരിൽ മാത്രം പറയുകയാണെങ്കിൽ ഒരു പൈപ്പ് ലൈൻ റോഡ് കണ്ടിട്ടുണ്ടോ? നമ്മള് പലരും ഇപ്പോ പൈപ്പ് ലൈൻ റോഡിലേക്ക് പോണ്ട, ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ചൂലൂർ താഴത്തെ വയലിൽ അല്ലെ. രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ NIT വിദ്യാർത്ഥികള് KMCT എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് മോശമാക്കി പറയല്ല കേട്ടോ, ഇങ്ങനത്തെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ആൺ പെൺ വിദ്യാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ലാബ് ടെസ്റ്റുകൾ പറയുന്നു, വിദഗ്ധന്മാർ പറയുന്നു 4 പ്രാവശ്യത്തിൽ കൂടുതൽ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5ാമത്തെ പ്രാവശ്യത്തിന് വേണ്ടി എന്ത് ക്രൈമും ചെയ്യും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ക്രൈമും ചെയ്യും. ഇപ്പോ ഞാൻ മെഡിക്കൽ കോളേജ് സ്റ്റേഷനുള്ള സമയത്തൊക്കെ അറിയാം, കുട്ടിക്കള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ സംഗതികൾ കിട്ടും, കുറെ ചെറുപ്പക്കാരെ കിട്ടും. പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ തുടങ്ങി, സാർ ഒരു നേരത്തെ കഞ്ചാവ് പുതുക്കി വേണ്ടിയിട്ടാണ് 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് വരെ വിൽക്കാം 3000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക്. അത് മതി. ഒരു നേരത്തെ കഞ്ചാവ് പുതുക്കി MDMA പുതുക്കി വേണ്ടിയിട്ടാണ് ഈ കളവ് ഒരു നടത്തുന്നത്. നാളെ ഇത് കിട്ടാതെ ആയാലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പോകൽ തപ്പും. അത് കിട്ടാണ്ട് ആയാലാണ് കളവിലേക്ക് പോവുക. അവിടുന്ന് കിട്ടാണ്ട് ആയാലും കൊലപാതകം വരെ നടത്താൻ ഇവർ മടിക്കില്ല. കാരണം നമ്മളെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരം അപ്പൊ ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് ചേർന്നു. ഞാൻ PG ഒക്കെ കഴിഞ്ഞ് സൈക്കോളജി ഒക്കെ കഴിഞ്ഞ് ഒരു കോഴ്സിന് ചേർന്നു. ആ കോഴ്സ് ഇതാണ്, U3A എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ബേസിക് കോഴ്സ് ഒരു 1.5 വർഷം ഉണ്ടായിരുന്ന കോഴ്സ് കഴിഞ്ഞു. അതിൻ്റെ അഡ്വാൻസ് കോഴ്സിൽ ഞാൻ ചേർന്നു. അഡ്വാൻസ് കോഴ്സ് തുടങ്ങി. ആ U3A എന്താണെന്ന് പറയാം, യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്. ഫസ്റ്റ് ഏജ് അപ് ടു 30, സെക്കൻഡ്